الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മിമ്പറുകളിൽ നബിദിനവും ഓണവുമൊക്കെയാകും ചർച്ചാ വിഷയമാകുന്നത്. നബിദിനം എന്ന് പറഞ്ഞാൽ നബിയുടെ ദിവസം എന്നാണല്ലോ നേർക്ക് നേരെ അതിൻ്റെ അർത്ഥം. 63 കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു ഭൂമി ലോകത്ത്. അപ്പം ഏതാണ്ട് ഒരു 22,000 ചില്ലാനം ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്തുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ റസൂലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി റസൂലിലേക്ക് ചേർത്ത് പറയാവുന്നതാണ്. അതേത് വ്യക്തികൾക്കും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം, അതുപോലെ റസൂൽ വിവാഹിതനായ ദിവസം, നമുക്കൊക്കെ ഉണ്ട് ജീവിതത്തിൽ നമ്മൾ ജനിച്ച ദിവസം. ആർക്കും ഉണ്ടാകുമല്ലോ ഒരു ദിവസം. അതുപോലെ റസൂലിന്റെ വിവാഹം എന്നൊക്കെ പറയുന്നത് കുലീന കുടുംബത്തിലാണ് റസൂല് ജനിച്ചത്. വലിയ പ്രതാപമുള്ള കുടുംബമാണ്. പക്ഷെ സാമ്പത്തികമായി ഒന്നുമില്ല, മാതാപിതാക്കളില്ല. ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരുടെ ചെലവിലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാര്യമായ പണിയുമില്ല. ആ സമയത്ത് വിവാഹത്തിന് മഹർ കൊടുക്കാൻ വരെ കാശില്ലാത്തത് കൊണ്ട് റസൂലിനോട് വിവാഹ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള ഒരു പരുവത്തിലല്ല എന്ന് റസൂല് തന്നെ പറയാറുണ്ടായിരുന്നു. ആ സമയത്ത് മക്കയിൽ വലിയ സമ്പന്നരായ ആളുകൾ പോലും കൊതിച്ചുപോയ ഖദീജയുമായുള്ള വിവാഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തരപ്പെട്ട് വരികയും അത് നടക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലെ ഒരു വലിയ ദിവസം തന്നെയാണ്. ഇത് രണ്ടും സ്വാഭാവികമാണെങ്കിൽ ജനനവും വിവാഹവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ മലയുടെ മുകളിൽ വൃക്ഷങ്ങളൊന്നുമില്ല, മേലോട്ട് നോക്കിയാൽ ഒരു തടസ്സവും ഇല്ലാതെ ആകാശം കാണാം. അവിടെ തനിച്ചിരിക്കുന്ന നേരത്ത്
ആരോരുമില്ല, പരിസരങ്ങളിൽ ആൾതാമസമില്ല. അങ്ങനെ മേഘമത കയറി വരുന്നു, ഒരു പ്രത്യേക പ്രകാശം. മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം അകമ്പടികളോടുകൂടി ഇറങ്ങി വരികയാണ് മനുഷ്യകുലത്തിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കാൻ, റസൂലിന് നുബുവത്ത് കൊടുക്കാൻ. റസൂലിന്റെ ജീവിതത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ വഹയി കിട്ടിയ ദിവസം. ആ വഹയി അനുസരിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോ റസൂലിനെ മുഹമ്മദിനെ അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ആദർശം അരോചകമായി തോന്നിയതിന്റെ പേരിൽ എതിർക്കുകയുണ്ടായി. അവസാനം സ്വന്തം ജനിച്ച് വളർന്ന നാട്ടിൽ നിന്ന് എല്ലാവരെയും പിരിഞ്ഞ് ഒളിച്ചോടുന്ന രൂപത്തിൽ യസ്രിബിലേക്ക് പോകേണ്ടി വന്നു. അന്ന് യസ്രിബാണ്, പിന്നീടാണ് റസൂല് മദീന എന്ന് പേര് മാറ്റിയത്. ആ ദിവസം റസൂലിന്റെ ജീവിതത്തിലെ വലിയ ഒരു ദിവസം തന്നെയാണ്, ഓർമ്മിക്കേണ്ട ദിവസം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് നെഞ്ച് പിളർന്നിട്ട് നെഞ്ചിനുള്ളിലുള്ള എന്തൊക്കെയോ എടുക്കുകയും കഴുകുകയും ചെയ്ത ജിബ്രീലിന്റെ മറ്റൊരു പ്രവർത്തനം നടന്ന ദിവസം. അത് റസൂല് എപ്പോഴും ഓർമ്മിക്കേണ്ട ദിവസമാണ്, റസൂലിലേക്ക് ചേർത്ത് പറയേണ്ട ദിവസമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തായിഫിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കല്ലെറിഞ്ഞ് റസൂലിനെ ഓടിച്ച, വല്ലാതെ അവഹേളിച്ച് കളഞ്ഞ ആ ദിവസം റസൂലിന് മറക്കാനാകാത്ത, റസൂലിലേക്ക് ചേർത്ത് പറയുന്ന ദിവസം തന്നെയാണ്. തന്നെ ഏത് നാട്ടിൽ നിന്നാണോ ആളുകൾ പുറത്താക്കിയത്, ആ നാട് തന്റെ കാൽക്കീഴിൽ വന്ന, തന്റെ ഭരണത്തിന് കീഴിൽ വന്ന മക്കം ഫതഹിന്റെ ദിവസം റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ ദിവസമാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിലേൽപ്പിച്ച ദൗത്യമെല്ലാം പൂർത്തിയാക്കിയിട്ട് അള്ളാഹുവിങ്കലേക്ക് യാത്ര പോയ വഫാത്തിന്റെ ദിവസം, റസൂലിന്റെ ജീവിതത്തിലെ റസൂലിലേക്ക് ചേർത്ത് അനുസ്മരിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് വഫാത്തിന്റെ ദിവസം. അതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലിന്റെ ഏത് ദിവസമാകട്ടെ, ഒരു ദിവസത്തെ റസൂലിന്റെ ജീവിതം, റസൂലിന്റെ ഒരു ദിവസം എന്ന നിലക്ക് റസൂലിന്റെ ദിവസത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ എങ്ങനെ ഉറങ്ങി, എങ്ങനെ എഴുന്നേറ്റു, എന്തെല്ലാം പ്രവർത്തിച്ചു, ഈ രൂപത്തിലെല്ലാം. പക്ഷേ ഈ ദിവസങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ്. അതിനെ വലിയ ആവേശത്തിലും ആഘോഷത്തിലും കൊണ്ടാടുന്ന ഒരു പരിപാടി ഇന്ന് നമ്മൾ സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പള്ളികൾ ചമയിക്കുന്നു, മദ്രസകൾ അലങ്കരിക്കുന്നു, ഈ രൂപത്തിലെല്ലാം ആകുന്നു. ശരി, ഇവിടെ നമുക്ക് മറ്റൊരു ദിവസം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് അനുസ്മരിക്കാനുണ്ട്. അത് മഹ്ശറയിൽ അള്ളാഹുവിന്റെ റസൂൽ എത്തുന്ന ദിവസമാണ്. റസൂല് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുന്ന ദിവസം ഖിയാമത്ത് നാളിലാണ്. യൗമൽ ഖിയാമ, ഖിയാമ നാളിലാണ് ഇത് സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അത് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മനുഷ്യ സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ, സയ്യിദാണെന്ന് പറഞ്ഞാൽ അവരിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ലാ ഫഖറ, ഇതൊരു ദുരഭിമാനം പറയുകയല്ല, പിന്നെയോ അള്ളാഹുവിന്റെ നിഅമത്ത് എടുത്ത് പറയുകയാണ്. അള്ളാഹ് അങ്ങനെ എനിക്ക് ഒരനുഗ്രഹം ചെയ്തു തന്നു. മറ്റൊന്നിന് പറയാനുള്ള കാരണം, മനുഷ്യകുലം ഇത് വിശ്വസിച്ചിരിക്കണം, അഖീദയുടെ ഭാഗമായി മനസ്സിലാക്കണമെങ്കിൽ റസൂൽ ഇത് തുറന്ന് പറയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം തുറന്ന് പറയുന്നത്. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബർ ആദ്യമായി പൊട്ടിപ്പിളരുന്നത് എന്നിലൂടെയാണ്. ഈ ലോകത്ത് മറമാടപ്പെട്ട വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അമ്പിയാക്കളെയാണ്. ആ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്
ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ ചില റിപ്പോർട്ടുകളിൽ കാണാം, അന സയ്യിദുൻ നാസ്, ഞാൻ ജനങ്ങളുടെ നേതാവാണ്. അന സയ്യിദുൽ ആലമീൻ, ഞാൻ ലോകരുടെ നേതാവാണ്. മലക്കുകൾ മുഴുവനും ഉൾക്കൊള്ളുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അന സയ്യിദുൽ ആലമീൻ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ദിവസം റസൂലിലേക്ക് ചേർത്ത് അനുസ്മരിക്കപ്പെടേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി റസൂലിന്റെ ദിനമായി ആളുകൾ ഇന്ന് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ജന്മദിനമാണ്. അഥവാ റസൂലിന് ലഭിച്ച വഹയോ റസൂലിന്റെ പ്രബോധന മേഖലയോ ഒന്നുമല്ല പ്രധാനം. അതിനേക്കാളെല്ലാം പ്രധാനം ആ ദേഹമാണ് എന്ന രീതിയിൽ തിരുപ്പിറവി എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് സമുദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആഖിറത്തിൽ ഞാൻ ജനങ്ങളുടെ മനുഷ്യകുലത്തിന്റെ നേതാവാണ് എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, മാലിക് യൗമിദ്ദീൻ എന്ന് അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഞാൻ പ്രതിഫല നാളിന്റെ ഉടമയാണ്. ഭൂമിയുടെ ഉടമയല്ലാത്തത് കൊണ്ടല്ല, അതുപോലെ റസൂൽ ഈ ലോകത്ത് നേതാവല്ലാത്തത് കൊണ്ടുമല്ല, മറിച്ച് റസൂലുള്ളാഹിയുടെ ആ നേതൃത്വം, ആ സ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുന്ന സ്ഥലം മഹ്ശറയാണ്. ഇവിടെ റസൂലിനെ അവഗണിക്കാനും തള്ളിപ്പറയാനും ഞാനാണ് വലിയ നേതാവ് എന്ന് പറയാനൊക്കെ ബാഹ്യമായ അധികാരങ്ങൾ ഉപയോഗിച്ച് പലരും ഉണ്ടാകും. ഇതൊന്നും അവിടെ ഉണ്ടാകൂല. എല്ലാം കെട്ടടങ്ങിയിരിക്കുകയാണ്, മുഖം താഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിയുടെ ആ നേതൃപദവി അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കുന്നത്, വ്യക്തമാക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തുകൾ, ശരീഅത്തിന്റെ അടയാളങ്ങൾ, ആ ശരീഅത്തിന്റെ അടയാളങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞ, റസൂലുള്ളാഹി പഠിപ്പിച്ച ചില അടയാളങ്ങളുണ്ട്. വമയ്യു അള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് ഖുർആൻ പറഞ്ഞ അല്ലാഹുവിന്റെ ദീൻ അടയാളങ്ങൾ, ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ, ആ അടയാളങ്ങളെ ആദരിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്, തഖ്വയുടെ ഭാഗമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജുമുഅ. അതുപോലെ പള്ളികളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ള ബാങ്ക്, ഇഖാമത്ത്, ഇതൊക്കെ ദീനിന്റെ അടയാളങ്ങളാണ്. ഹജ്ജ് ദീനിന്റെ അടയാളമാണ്. പെരുന്നാൾ ദീനിന്റെ അടയാളമാണ്. ഇതുപോലുള്ള അടയാളങ്ങളിലൂടെ നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ, കുറച്ചുകൂടി ചരിത്രപരമായ റസൂലിന്റെ അടുത്തേക്ക് പോയാൽ, ആ അടയാളങ്ങൾ അന്നുള്ളതായി നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിന്റെ അടയാളം, ആ അടയാളം റസൂലിലേക്ക് എത്തി നിൽക്കുന്നതും, അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബലി നടത്തിയ മിനയും എല്ലാം അവിടെയുണ്ട്. ചെറിയ പെരുന്നാളാണെങ്കിലോ റസൂലുള്ളാഹി നമസ്കരിച്ച നമസ്കാര സ്ഥലം, അതുപോലെ റസൂലുള്ളാഹി ജുമുഅ നടത്തിയ സ്ഥലം, മസ്ജിദുൽ ജുമുഅ എന്ന് പേര് പറയപ്പെടുന്ന പള്ളി, അങ്ങനെ ദീനിന്റെ എന്തെല്ലാം അടയാളങ്ങളുണ്ടോ അടയാളങ്ങൾക്കൊക്കെ പാരമ്പര്യമുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിലെത്തും, ആ കാലഘട്ടത്തിലേക്കെത്തും. പക്ഷേ ദീനിന്റെ ഷിയാറായി, അടയാളമായി, മുസ്ലിങ്ങളുടെ പരിപാടിയായി ഇസ്ലാം മതത്തിലേക്ക് എന്ത് കൂട്ടിക്കെട്ടിയിട്ടുണ്ടോ ചരിത്രപരമായി മുന്നോട്ട് പോയാൽ വഴിക്ക് വെച്ച് അസ്തമിച്ചു പോകുന്നത് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് നബിദിനം എന്ന പേരിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ. ഇടക്ക് വെച്ച് മുറിഞ്ഞു പോകും. താബിഈങ്ങളുടെ കാലമെത്തിയാൽ, ഇമാമുമാരുടെ കാലമെത്തിയാൽ, സഹാബത്തിന്റെ കാലമെത്തിയാൽ ഇല്ല, അവർക്കൊന്നും ഇത്തരം അടയാളങ്ങളില്ലാത്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലിനെ പഠിക്കണം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണം എന്ന് കൃത്യമായി സമൂഹത്തോട് നമ്മൾ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന്
നബിദിന കർമ്മങ്ങളായി കൊണ്ടാടുന്ന കർമ്മങ്ങൾ, പെരുന്നാളിന് നമ്മൾ കൊണ്ടാടുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ, പെരുന്നാൾ നമസ്കാരമാകട്ടെ, പെരുന്നാൾ ഖുതുബയാകട്ടെ, ബലികർമ്മമാകട്ടെ, അത്തരം കർമ്മങ്ങൾക്കും അതിനൊരു പാരമ്പര്യമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതാണ്, വഴിക്ക് വെച്ച് അവസാനിച്ചു പോകുന്നതല്ല. മൗലിദ് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കർമ്മങ്ങൾ ആ ദിനമെന്ന പോലെ കർമ്മങ്ങളും പിന്നീട് ഉടലെടുത്തതായത് കൊണ്ട് അത് മൗലിദാകട്ടെ, അതിന്റെ സദസ്സുകളാകട്ടെ ഇടക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതാണെന്ന് അതിന്റെ വാക്താക്കൾ തന്നെ സമ്മതിക്കുന്നത് പരമയാഥാർത്ഥ്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അവയിലൂടെ ഇസ്ലാം വികൃതമാകുന്നു എന്ന വിഷയം നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി എഴുതുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. നമ്മൾ പറയാറുണ്ട്, 100 ആളുകളുടെ പേരെഴുതിയപ്പോ, ചരിത്രം എഴുതിയപ്പോ ഒന്നാമതായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തെരഞ്ഞെടുത്തു എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവർ കാണുന്ന ഭാഗമേതാണ്? അവര് റസൂലിനെ കാണുന്ന ഭാഗമേതാണ്? വഹയിന്റെ ഭാഗമല്ല, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന ഭാഗമല്ല. അവര് കാണുന്നത് ഒരു വലിയ വിപ്ലവകാരി എന്ന ഭാഗമാണ്. ലോകത്തിന്റെ ഗതി മാറ്റി മറിച്ച ഒരു വിപ്ലവകാരി എന്ന അർത്ഥത്തിലാണ് ഒന്നാമതായി റസൂലിനെ അവന് കാണുന്നത്. എല്ലാവരും റസൂലിനെ ആദരിക്കുന്നത്, നമ്മൾ റസൂലിനെ കാണുന്നത് അത്രയും വലിയ പരിവർത്തനമുണ്ടാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു റസൂലിനെ തെരഞ്ഞെടുത്ത് നിയോഗിച്ച അടിസ്ഥാനത്തിൽ ഏറ്റവും മഹാനായ ഒരു വ്യക്തി എന്ന നിലക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനത്തിനെല്ലാം അർഹനായി നിന്നുകൊണ്ട് തന്നെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ചെടുത്ത ഒരു മഹാൻ എന്ന നിലക്കാണ് റസൂലിനെ നമ്മൾ കാണുന്നത്. ആ ഒരു വിശേഷണം അതാണ് ഷഹാദത്ത് കലിമയിലൂടെ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മൾ കാണുന്നത്, പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ഒരു മാനുഷികമായ വിപ്ലവമല്ല, മറിച്ച് അള്ളാഹു ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിച്ചതാണ്. ഇത് സമുദായത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. നിരന്തരമായി റസൂലിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പറയാറില്ലേ, ഇൽമ്, വിദ്യ അഭ്യസിക്കൽ നിർബന്ധമാണ്, എല്ലാവർക്കും നിർബന്ധമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ, അറിവ് അധികരിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന നടത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിനെ പഠിക്കുക, റസൂലിനെ പഠിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം റസൂലിന്റെ ദിനങ്ങളാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിരന്തരമായി പഠിക്കും അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എത്രയാണ് ഈ പഠിക്കുക, എവിടെ മുതലാണ് പഠനം അവസാനിപ്പിക്കുക? അദ്ദേഹം പറഞ്ഞു, ഹത്തൽ മമാത്ത്, മരിക്കുന്നത് വരെ പഠിക്കും, മരണം വരെ പഠിക്കും. കാരണം പഠനം എന്ന് പറയുന്നത് ഇൽമ്, അതിനൊരു വളർച്ചയുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ഇൽമിന്റെ വളർച്ച. ഇൽമിന്റെ ഒരു വരൾച്ചയുണ്ട്, അത് കെട്ടടങ്ങിപ്പോകും. എപ്പോഴാണോ പഠനം നിർത്തുന്നത്, അപ്പൊ അത് കെട്ടടങ്ങിപ്പോകും. ഫഖറുദ്ദീൻ റാസി വലിയ ഒരു മുഫസ്സിറാണ്, ഒരുപാട് കിതാബുകൾ എഴുതിയ, ആ കാലഘട്ടത്തിൽ ഏറെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെയെങ്കിലും വന്നാൽ ആളുകൾ ഇങ്ങനെ കൂടും. 606 അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടത്. അങ്ങനെ ആ ഫഖറുദ്ദീൻ റാസി മർവ എന്ന പട്ടണത്തിൽ വന്നിരുന്നു. ഒരുപാട് പണ്ഡിതന്മാര് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വട്ടം കൂടി നിന്നു. അങ്ങനെ അദ്ദേഹം അറിവുകൾ പകർന്നു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇദ്ദേഹത്തിന് അറിയാത്ത അറിവുകളുണ്ട്. ഫഖറുദ്ദീൻ റാസി അത് മനസ്സിലാക്കി. അൻസാബിന്റെ ഉലൂമുൽ അൻസാബ് എന്ന് പറയും, അതായത് കുടുംബപരമായ അറിവുകൾ. അങ്ങനെ ഇമാമുർ റാസി ക്ലാസ് എടുക്കുന്ന ആ സ്ഥാനത്ത് ഈ 20 വയസ്സുള്ള ചെറുപ്പക്കാരനെ കയറ്റിയിരുത്തിയിട്ട് ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറിയിരുന്ന് പഠിച്ച ഇമാം റാസിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പഠിക്കണം, റസൂലിനെ പഠിക്കണം, വായിക്കണം, നിരന്തരമായി പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്ന് മനസ്സിലാക്കണം.
ഓരോ ദിവസവും റസൂലിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ റസൂലിലേക്ക് അടുക്കാനാകും, അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാനാകും. അല്ലാതെ എവിടെ നിന്നോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് മറ്റ് മതവിശ്വാസികളൊക്കെ ചെയ്യുന്നത് പോലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ മാത്രം ഇസ്ലാം മതത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരിക്കലും പുരോഗമിക്കുകയില്ല. അതുകൊണ്ട് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അറിവിന് പ്രാധാന്യം നൽകിയതും പഠിക്കാൻ ആഹ്വാനം ചെയ്തതും അതാണ്. അതേ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂല് തന്റെ ശിഷ്യഗണങ്ങളിൽ ചിലരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതര ഭാഷ പഠിക്കണം, സുരിയാനി ഭാഷ പഠിക്കണം, ജൂതന്മാരുടെ ഭാഷ പഠിക്കണം. അവരൊക്കെ എനിക്ക് കത്തയക്കുന്നു, അതൊക്കെ മനസ്സിലാക്കണം. അവരുടെ ആശയങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അതുകൂടി നമ്മുടെ കയ്യിലുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ ശരീരം വൃത്തിയാക്കാനും ആരോഗ്യത്തോടുകൂടി അത് കൊണ്ടു നടക്കാനും റസൂല് നൽകിയ ആഹ്വാനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വിജ്ഞാന വിഷയങ്ങൾ റസൂലുള്ളാഹി പരിപോഷിപ്പിച്ചു. മനുഷ്യന്റെ ആത്മീയ ഘടനയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് പോലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ട് മനുഷ്യ സൃഷ്ടി അടിമുടി അവനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ചത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് വരെ അവരുടെ ലോകമെല്ലാം മാറിപ്പോയിരിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസ രംഗമൊക്കെ ആകെ വെറും ഭൗതിക തലത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അങ്ങനെ രക്ഷിതാക്കളെ അവർക്ക് വേണ്ട, ഗുരുനാഥന്മാരെയും അവർക്ക് വേണ്ട. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഏറ്റവും വലുത് രക്ഷിതാക്കളും ഗുരുനാഥന്മാരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറക്ക് അത്രയൊന്നും ഒരു കാഴ്ചപ്പാടില്ല. എന്തുകൊണ്ടില്ല? അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പലതും പുറത്താണുള്ളത്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ പുറത്താണ്. അവരുടെ വൈബുകളൊക്കെ അവർക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബന്ധം കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരന്തരമായി പരിശ്രമിച്ച് അറിവുകൾ നേടി അങ്ങനെ പുരോഗമിച്ച് റസൂലിനെ കൂടുതൽ മനസ്സിലാക്കി ഇസ്ലാമിനെ അടുത്തറിഞ്ഞ് പുരോഗമിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ് അൻഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തോളണം. ഇത് നമ്മോട് മാത്രമുള്ള കൽപ്പനയല്ല, റസൂലിനോട് ഇത് തന്നെ പറഞ്ഞത്. ആദ്യമായി റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞത് വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ, അടുത്ത കുടുംബങ്ങളെ വിളിച്ചിട്ട് ആദ്യം പറയണേ റസൂലേ, പൊരെന്ന് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിന്റെ ആ കുടുംബ പരമ്പരയുടെ മുകളിൽ നിന്ന് തുടങ്ങി ഓരോ വിഭാഗത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നരകത്തെ കാത്തോളണേ കാത്തോളണേ. അങ്ങനെ വന്ന് വന്ന് പറയാണ്, യാ ബനി ഹാഷിം, ഹാഷിം കുടുംബമേ, അൻഫുസക്കും മിനന്നാർ, നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തോളണേ.
യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അൻഖിദു അൻഫുസക്കും മിനന്നാർ, നിങ്ങളെ നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തോളണേ. അങ്ങനെ പറഞ്ഞ് വന്നിട്ട് പറഞ്ഞു, യാ ഫാത്തിമ, മോള് ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തെ തൊട്ട് കാത്തോളണേ മോളെ. എനിക്ക് ഒരു പിതാവെന്ന നിലക്ക് അള്ളാഹുവിങ്കൽ നിന്ന് നിനക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. അള്ളാഹുവുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ റസൂലിന്റെ മോളല്ലേ എന്ന നിലക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവുമായുള്ള ബന്ധം റെഡിയായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു ഫാത്തിമയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ അവസ്ഥയോ, നമ്മളൊന്നും അറിയാതെ നമ്മുടെ മക്കള് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കോഡ് ഭാഷകൾ പോലും അറിയില്ല. അവര് വീട്ടിൽ വന്ന് വളർന്നു വന്ന പെൺകുട്ടികൾ വീട്ടിൽ വന്നിട്ട് അതെന്റെ ബെസ്റ്റിയാണ്, ആൺകുട്ടികളെയും കൂട്ടി വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ എന്റെ ബെഞ്ചിങ് ആണ് എന്നൊക്കെ പറയുമ്പോ രക്ഷിതാവ് വിചാരിക്കും അതൊക്കെ നല്ല എന്തോ സാധനങ്ങളാണ്. എന്നിട്ട് നല്ല സൽക്കാരോ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കുടുംബനാഥൻ എന്ന് പറയുന്നത് ഒരു നിസ്സഹായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾക്ക് അവരുദ്ദേശിച്ച എന്തെങ്കിലുമൊക്കെ നടത്തണം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഒരു കല്യാണത്തോടനുബന്ധിച്ച് ഇതൊക്കെ തുറന്ന് പറയാൻ ഇത്തരം വേദികൾ തന്നെ ഉപയോഗപ്പെടുത്തണം. അവര് വിചാരിച്ചാൽ ആദ്യം അവര് കുടുംബനാഥനോട്, പിതാവിനോട് ഒന്ന് മുട്ടിവെക്കും, സംഗതി നടക്കുമോ. പിതാവ് അതിന് അനുകൂലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇനി പ്രതികൂലാണെങ്കിലോ എതിർക്കാനൊന്നും അവരിക്കൂല. കാരണം എന്താ? എതിർത്താൽ പ്രശ്നമാവും, സംഗതി നടക്കൂല. ഇവിടെ ഇങ്ങനെ ആ രൂപത്തിലുള്ള ഒരു പരിപാടിയൊന്നും നടത്താൻ മൂപ്പര് സമ്മതിക്കൂല. അപ്പൊ അവരെന്ത് ചെയ്യും? അതിന് അനുകൂലിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാകും. അതേ കുടുംബത്തിൽ തന്നെ വാപ്പാക്ക് തള്ളാൻ പറ്റാത്ത ഉമ്മ ഉണ്ടാവും, പെങ്ങന്മാരുണ്ടാകും, അതുപോലെ തന്നെ ആങ്ങളാരുണ്ടാകും. ഇതുപോലെ അവരെ അനുകൂലിക്കുന്ന ആരെയെങ്കിലും ഒക്കെ അവര് പിടിക്കും. കാരണം അവർക്ക് രണ്ടറിയാം, തന്ത വൈബ് അറിയാം, വൈബ് തന്തയറിയാം. തന്ത വൈബ് എന്ന് പറഞ്ഞാൽ ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടം ഒന്നും ഉൾക്കൊള്ളാൻ കഴിവില്ലാതെ നടക്കുന്നവരെന്ന് അവരുടെ കാഴ്ചപ്പാടിൽ. ഇനി അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ വൈബ് തന്തയുണ്ട്. അവര് പറയുന്നതിനൊക്കെ ഏസ് മൂളുന്ന തന്തമാര്, രക്ഷിതാക്കള്. അവർക്ക് വേണ്ടത് വൈബ് തന്തയെയാണ്. അതവര് സംഘടിപ്പിച്ചോളും. എന്നിട്ട് സംഘടിപ്പിച്ച് അവരുടെ പരിപാടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ പിതാവ് കുടുംബനാഥൻ പുറത്തു പോകുന്ന, നിസ്കരിക്കാനോ മറ്റോ പള്ളിയിലൊക്കെ പോകുന്ന സമയത്തായിരിക്കും വീട്ടിൽ ഈ പരിപാടി തുടങ്ങുക. അദ്ദേഹം തിരിച്ചു വരുമ്പോ സംഗതിയൊക്കെ നടക്കുന്നുണ്ടാകും. മൂപ്പരെന്താ ചെയ്യുക? എതിർത്താ പുറത്താകും. പിന്നെ ക്ഷമയോടുകൂടി അതൊക്കെ ഇങ്ങനെ സഹിച്ച് അങ്ങ് കഴിച്ചു കൂട്ടുക. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ ഇന്ന് നല്ലോണം ഉണ്ട്. അത് മക്കളുടെ ഭാഗത്ത് നിന്ന്, കുടുംബാംഗങ്ങളുടെ വേറെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. ആ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരെ നോക്കിയിട്ട് നമ്മൾ പറയും, നല്ല പ്രസ്ഥാനക്കാരനല്ലേ, കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിലല്ലേ. ഇന്നത്തെ സാഹചര്യം അതാണ്. ആ ഒരു രൂപത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ പരിഹാരം വിദ്യാഭ്യാസം മാത്രമാണ്, ദീന് പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമാണ്, റസൂൽ ആരാണെന്ന് പരിചയപ്പെടുത്തലാണ്. അങ്ങനെ സമുദായത്തെ സമുദ്ധരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കേണ്ടി വരും. അല്ലാഹു തആല ഒരു നല്ല പരിവർത്തനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തില് നല്ലവരായി ജീവിക്കാൻ, നല്ല നേതൃസ്ഥാനത്ത് വരാൻ, നല്ലവർക്ക് ഇമാമാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിദ്യാഭ്യാസ രംഗം കൂടുതൽ പുരോഗമിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, റസൂലിനെ കൃത്യമായി മനസ്സിലാക്കി റസൂലിന്റെ ജീവിതം നിത്യജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റിത്തരണേ റഹ്മാനെ. റസൂലിനും സഹാബാക്കൾക്കുമൊപ്പം നിന്റെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ.
അല്ലാഹുവേ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപാകതകളെല്ലാം പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. രോഗങ്ങളെ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പല രോഗികളും ഞങ്ങളുടെ ബന്ധങ്ങളിലുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.